ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ താറാമുട്ട കൊണ്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് താറാമുട്ട എടുക്കാം. 10 താറാമുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നല്ല ഒറിജിനൽ താറാമുട്ടയാണ്, കുട്ടനാടൻ താറാവിൻ്റെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മളൊന്ന് പുഴുങ്ങുകയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ കുട്ടനാടൻ താറാവിൻ്റെ മുട്ട ഉപയോഗിച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുട്ട പൊട്ടാതിരിക്കാനാണ് നമ്മൾ ആ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മൾ മുട്ട വാങ്ങി വെച്ച ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ടൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1 സ്പൂൺ കടുകും ഇട്ടു. കടുക് പൊട്ടിയ ശേഷം ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം അതൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുമാതിരി വേണ്ട ശേഷം നമുക്ക് വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് നമുക്ക് വഴറ്റാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു 3 തക്കാളി അതുകൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ തിരുമ്മിയത് നമുക്ക് മിക്സിയിലൂടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം, വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് കറിവേപ്പില ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ആ ചീനച്ചട്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നല്ലവണ്ണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടെ. അപ്പോൾ തന്നെ നമുക്ക് പുഴുങ്ങി വെച്ച താറാമുട്ട നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് വരുന്നുണ്ട്. താറാമുട്ട നമുക്ക് വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ചീനച്ചട്ടി നമ്മൾ ഇളക്കി അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ. അങ്ങനെ നമ്മൾ മുട്ട പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് ഇളക്കാം. ഞാനിവിടെ 1 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 1 സ്പൂൺ ഉപ്പ് കൊണ്ട് മതിയാവും ഇതിന്. അതിനുശേഷം ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല ഒരു 1.5 സ്പൂണും കുരുമുളക് പൊടി ഒരു 2 സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന്
നമുക്ക് ഇളക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് നമ്മൾ ചതച്ച് വെച്ചത്. നല്ലോണം ചതയണം. അതിനുശേഷം ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമായി പോകരുത്. നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ അത് മുട്ടക്കറിയായി പോവും. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ മസാല കിടന്നങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 10 താറാവിൻ്റെ മുട്ടയാണ്, 10 താറാവ് മുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ രുചികരമായ ഒരു മുട്ട റോസ്റ്റാണ്, താറാവ് മുട്ട റോസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. താറാവിൻ്റെ മുട്ട കൊണ്ട് റോസ്റ്റ് ചെയ്താൽ വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് വേണം ഇട്ട് കൊടുക്കാം. ഞാനിത് വേറൊരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ താറാവ് മുട്ട റോസ്റ്റ്. ആ മിക്സിൻ്റെ അകത്ത് കിടന്ന് ഒരു 20 മിനിറ്റ് വെന്താൽ മതി. റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. വളരെ രുചികരമായ ഒരു താറാവ് മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.